ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്നലെ 10DC-ക്കകത്ത് 10 ഡേ സ്റ്റഡീസ് ചലഞ്ചിനകത്ത് നമ്മൾ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുത്തതാണ്. ഏകദേശം 3.5 മണിക്കൂർ വരുന്നൊരു ലൈവായിരുന്നു. ആ ലൈവിനകത്ത് എല്ലാ ഡെറിവേഷൻസും എല്ലാ കോൺസെപ്റ്റും 2020 മുതലുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നലെ വർക്കൗട്ട് ചെയ്തു. സോ ആ ലൈവ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ആ ലൈവ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം ഇതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു ടോപ്പ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള, എന്നാൽ അത്ര ഈസിയർ അല്ലാത്ത, കുറച്ചുകൂടി ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ്. പക്ഷെ ഈസി ആയി തന്നെ നമുക്ക് അവയൊക്കെ ക്രാക്ക് ചെയ്യാം. പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ലൈവ് നിങ്ങൾ കണ്ടിരിക്കണം. അല്ലാതെ ലൈവ് കാണാത്തവർക്ക് ഈ ചോദ്യങ്ങൾ പലതും കൃത്യമായി മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. സോ ലൈവ് കണ്ടതിന് ശേഷം മാത്രം ഈ റെക്കോർഡഡ് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണാൻ ഒരു പാറ്റേൺ ഉണ്ട്. ഓരോ ചോദ്യങ്ങൾ കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് സെൽഫായി വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കുമോ, ഉത്തരം എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. എന്നതിന് ശേഷം ഈ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ആ രീതിയിൽ വേണം നിങ്ങൾ ഓരോ ചോദ്യത്തിനെയും അപ്രോച്ച് ചെയ്യാൻ. ഒരു 4 ചോദ്യങ്ങളേ ഉള്ളൂ. വളരെ ചെറിയ ഡ്യൂറേഷനിലായിരിക്കും ഈ വീഡിയോ ഉണ്ടാവുക. എങ്കിലും ഈ ഒരു മെത്തേഡിൽ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി കൂടുമെന്ന കാര്യം മനസ്സിലാക്കുക. സോ ഗൈസ്, ലേറ്റ് ആക്കുന്നില്ല, ഓരോരോ ചോദ്യങ്ങളിലോട്ടായിട്ട് കടക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു NCERT എക്സൈസ് ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ NCERT ടെക്സ്റ്റ് ബുക്കിലകത്തുള്ള ചോദ്യങ്ങളെ നമ്മൾ പലരും ഭയങ്കര വിരക്തിയോടെ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്, ഇത് വേണ്ട എന്ന മെന്റാലിറ്റിയിൽ അപ്രോച്ച് ചെയ്യുകയാണ്. സോ NCERT നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. സോ അതിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളുമല്ല വളരെ ഡീറ്റെയിൽ ആയ 1 പേജോ 1.5 പേജോ എക്സ്പ്ലനേഷൻ ഉള്ള ചോദ്യങ്ങളല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഏത് ചോദ്യമാണെങ്കിലും ഒന്ന് മനസ്സിരുത്തി വായിക്കുക. എന്തൊക്കെയാണ് ഈ ചോദ്യത്തിനകത്ത് പറയുന്നത്, എന്താണ് ഈ എക്സൈസ് ക്വസ്റ്റിനകത്ത് കാണുന്നത്? 100 ohm റെസിസ്റ്റർ, ഒരു 100 ohmന്റെ റെസിസ്റ്റർ ഉണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് 220 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് 220 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈയിലോട്ടാണ്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് കറണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമതായി കണ്ടുപിടിക്കേണ്ടത് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാം, റൈറ്റ്? അതിനു മുൻപായിട്ട് നമുക്ക് ഗിവൺ ഡാറ്റ ഒന്ന് എഴുതി വെച്ചാലോ. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് പറയുന്നത്? ആ ഗിവൺ ഡാറ്റ എഴുതിയിട്ട് നമുക്ക് ബാക്കി കലാപരിപാടികൾ ആരംഭിക്കാം. ശ്രദ്ധിക്കണം മക്കളെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ohm. അതുപോലെ തന്നെ AC-യുടെ വോൾട്ടേജ് അവർ നൽകിയിട്ട്, ഞാൻ ഇന്നലെ കൂടി നിങ്ങളെ പലകുറി ഓർമ്മപ്പെടുത്തുകയാണ്, AC-യുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞു തരുന്നത് എന്താണ് മക്കളെ? നിങ്ങൾ മനസ്സിലാക്കണം, അത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. സോ VRMS എത്രയാണ്? VRMS അവർ നൽകിയിട്ടുണ്ട് 220 വോൾട്ട്. സിമിലർലി ഫ്രീക്വൻസി അവർ നൽകിയിട്ട് എത്രയാണ്? 50 ഹെർട്സ് ആണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി എയുടെ ഉത്തരത്തിലോട്ട് കടന്നാലോ. എയുടെ ഉത്തരം അഥവാ RMS വാല്യൂ ഓഫ് കറണ്ട്. RMS വാല്യൂ ഓഫ് കറണ്ടിന്റെ ഫോർമുല എന്താണ്? 2 ഫോർമുലാസ് നിങ്ങൾക്കറിയാം. I0/√2 എന്ന് പറയുന്ന ഫോർമുല അറിയാം, പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം ഇവിടെ VRMS-ഉം R ഉം ഉണ്ട്. സോ എന്താണ് ഫോർമുല? ദാറ്റ് ഈസ് VRMS ഡിവൈഡഡ് ബൈ R എന്ന് പറയാം. ശരിയല്ലേ? I ഈക്വൽ ടു V/R അല്ലേ? സോ IRMS ഈക്വൽ ടു VRMS/R എന്ന് എഴുതാം, ഒരു തെറ്റുമില്ല. VRMS എത്രയാണ് മക്കളെ? VRMS എന്ന് പറഞ്ഞു വെച്ചാൽ 220 ആണ്. സോ 220 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 100 ohm ആണ്. സോ 220/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2 ആംപിയർ. ഇതാണ് RMS വാല്യൂ ഓഫ് കറണ്ട്. എളുപ്പമായ കാര്യമല്ലേ? ഒരു പ്രശ്നമില്ല, നിസ്സാരമായി ക്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അടുത്തത് ബി ക്വസ്റ്റ്യൻ. എന്താണ് ബി ക്വസ്റ്റിനകത്ത് പറയുന്നത്? നെറ്റ് പവർ കണ്ടുപിടിക്കുക. ബി ക്വസ്റ്റിനകത്ത് നെറ്റ് പവർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. ഇവിടെ റെസിസ്റ്ററിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഈ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ അല്ലെങ്കിൽ നെറ്റ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്റെ മക്കൾക്കൊക്കെ അറിയാലോ. എന്താണ് മക്കളെ ആവറേജ് പവറിന്റെ ഫോർമുല? നമ്മൾ പഠിച്ചതാണ്. P average is equal to VRMS into IRMS. സോ VRMS എത്രയാണ്? 220 ആണ്. IRMS എത്രയാണ്? 2.2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 220 ഇൻറ്റു 2.2 എന്ന് പറഞ്ഞാൽ 484 ആണ് യൂണിറ്റ് വാട്ട്. സോ 484 വാട്ട് എന്ന് കിട്ടും. ഇതാണ് ആവറേജ് പവർ. ഇത്രയും നിസ്സാരമായ ചോദ്യമാണ്. പരീക്ഷയിൽ ഒരു 2 or 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നിങ്ങൾ ഏവരും പഠിക്കേണ്ട ചോദ്യമാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ചോദ്യം ഒന്ന് വായിച്ചാടാ. എ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ലൈറ്റ് എ 100 watt ലാമ്പ്
ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? 100 വാട്ട് പവറുള്ള ബൾബിനെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, 100 വാട്ട് പവറുള്ള ലാമ്പിനെ കത്തിക്കണമെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയായിരിക്കും? അത് 100 വാട്ട് ആയിരിക്കും. അവിടെ നിന്ന് വ്യക്തമാണ് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയാണ്? 100 വാട്ടാണ് എന്ന കാര്യം മനസ്സിലാക്കാം. ഫ്രം 220 വോൾട്ട് മെയിൻസ്. സോ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് 220 വോൾട്ട് മെയിൻസ് അഥവാ 220 വോൾട്ട് ആണ് ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുക. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയാണ്? അത് 100 വാട്ട് ആണ്. അടുത്തത്, ഇഫ് ദ മെയിൻ കറണ്ട് ഈസ് 0.5 ആംപിയർ. മെയിൻ എന്ന വാക്ക് ഇൻപുട്ട് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ട് ആണ്, ഇൻപുട്ട് കറണ്ട് എത്രയാണ്? 0.5 ആംപിയർ ആണെന്ന് മനസ്സിലാക്കുക. കണ്ടുപിടിക്കേണ്ടത് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ. ഈസി ആയി ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക, ഗിവൺ ഡാറ്റ എഴുതുകയാണ്. ഔട്ട്പുട്ട് പവർ, കാരണം ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബൾബിന്റെ പവർ അഥവാ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയാണ്? അത് 100 വാട്ട് ആണ്. ഇൻപുട്ട് വോൾട്ടേജിനെ പ്രൈമറി വോൾട്ടേജ് എന്നാണ് പറയുക, അത് 220 വോൾട്ട് ആണ്. അതുപോലെ തന്നെ മെയിൻ കറണ്ട് അഥവാ ഇൻപുട്ട് കറണ്ടിനെ പ്രൈമറി കറണ്ട് എന്നാണ് പറയുക, അത് 0.5 ആംപിയർ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ. സെറ്റ്. ഒരു തരി സംശയമില്ലാലോ, എഫിഷ്യൻസിയുടെ ഫോമുലയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് മക്കളെ ഫോമുല വരുന്നത് എഫിഷ്യൻസിക്ക്? യെസ്, എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇന്നലെ പഠിപ്പിച്ചു. ഔട്ട്പുട്ട് പവർ ഇവിടെ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്, പക്ഷെ ഇൻപുട്ട് പവർ അവർ നൽകിയിട്ടില്ല. സോ എങ്ങനെ നമുക്ക് എഴുതാം? യെസ്, ഔട്ട്പുട്ട് പവറിന് വരെ ഞാൻ 100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നൽകിയത് കൊണ്ട് ഇൻപുട്ട് പവർ എത്രയാണ്? അത് നമ്മുടെ കൈവശമില്ല. ഇൻപുട്ട് പവറിന്റെ ഫോർമുല ഇന്നലെ പഠിപ്പിച്ചിരുന്നു. ദാറ്റ് ഈസ് VP/IP ആണ് ഇൻപുട്ട് പവറിന്റെ ഫോർമുല. സോ VP/IP എന്ന് റീപ്ലേസ് ചെയ്യാലോ. സോ 100 ഡിവൈഡഡ് ബൈ പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? 220. സോ 220 ഇൻറ്റു IP എത്രയാണ്? 0.5. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 110 എന്ന് വരും. 100 ഡിവൈഡ് ബൈ 110 എത്രയാണ് മക്കളെ? 0.90 ആണ്. 0.90 അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 90% ആണ് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയാം. എത്രയാണ്? 0.90 or 90% ഈസ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലളിതമായ ചോദ്യമാണ്, പക്ഷെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയണം. അതുപോലെ തന്നെ എഫിഷ്യൻസിയിൽ എങ്ങനെയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ മൂന്നാമത്തെ ചോദ്യത്തിലൂടെ ഒരു NCERT എക്സൈസ് ക്വസ്റ്റ്യൻ. എഗെയിൻ NCERT എക്സൈസ് ക്വസ്റ്റ്യൻ, പക്ഷേ ഈസി ആയ ചോദ്യമാണ്. NCERT ക്വസ്റ്റ്യൻസിനെ ഇനി പേടിയോടുകൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. ചോദ്യം വലുതാണ്, പക്ഷെ ഉത്തരം വളരെ ചെറുതാണ്. എ സീരീസ് LCR സർക്യൂട്ട് വിത്ത് റെസിസ്റ്റൻസ് എത്രയാണ്? 20 ഓം ആണ്. ഇൻഡക്റ്റൻസ് എത്രയാണ്? 1.5 ഹെൻറി ആണ്. കപ്പാസിറ്റൻസ് എത്രയാണ്? 35 മില്ലി ഫാരഡ് ആണ്. ഈസ് കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി ഓഫ് 200 വോൾട്ട് AC സപ്ലൈ. സോ അത് കണക്ട് ചെയ്തിരിക്കുന്നത് 200 വോൾട്ട് AC സപ്ലൈ ആയിട്ടാണ് ഈ സാധനം കണക്ട് ചെയ്തിരിക്കുന്നത്. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുന്ന സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുക? റെസൊണൻസ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. നമ്മൾ സപ്ലൈ ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലന്റ് ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് റെസൊണൻസ് കണ്ടീഷനാണ്. മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ ആവറേജ് പവർ? ആ റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കുന്നത്. റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ. സോ റെസൊണൻസ് എന്ന് അവർ എടുത്തു പറഞ്ഞില്ല, മറിച്ച് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് റെസൊണൻസ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. സോ റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ആവറേജ് പവർ. റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവറിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. VRMS × IRMS ആണ്. ശരിയല്ലേ? കാരണം പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്ന കാര്യം ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഓക്കെ ഫൈൻ. ഇവിടെ നമുക്ക് VRMS ഉണ്ട്, കാരണം വോൾട്ടേജ് ഇവിടെ നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് VRMS നമുക്ക് ചോദ്യത്തിനകത്തുണ്ട്. VRMS എത്രയാണ്? 200 വോൾട്ട് ആണ്. സോ VRMS ഈക്വൽ ടു 200 വോൾട്ട്. നമുക്ക് IRMS എങ്ങനെ പിടിക്കാം? IRMS ഇത് സീരീസ് LCR സർക്യൂട്ട് ആണെങ്കിലും റെസൊണൻസ് കണ്ടീഷനിൽ അത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ശരിയല്ലേ? സീരീസ് LCR സർക്യൂട്ട് ആണെങ്കിലും റെസൊണൻസ് കണ്ടീഷൻ അവൻ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതിനാൽ തന്നെ IRMSന്റെ ഫോർമുല എന്തായിരിക്കും? VRMS ഡിവൈഡഡ് ബൈ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിനാൽ തന്നെ ഡിവൈഡഡ് ബൈ R എന്ന് കൊടുക്കാം. സോ VRMS/R. VRMS എത്രയാണ്? 200 ബൈ റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ? റെസിസ്റ്റൻസ് നമുക്ക് ചോദ്യത്തിനകത്തുണ്ട്. എത്രയാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒന്ന് നോക്കിക്കേ.
യെസ്, ദ വാല്യൂ ഫോർ റെസിസ്റ്റൻസ് ഈസ് 20 ohm. സോ 200/20 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 10 ആംപിയർ. ആൻസർ ഈസ് 10 ആംപിയർ. സോ IRMS എത്രയാണെന്ന് മനസ്സിലായി, അത് 10 ആംപിയർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. അടുത്ത പരിപാടി ആവറേജ് പവർ കണ്ടുപിടിക്കാലോ. സോ പി ആവറേജ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 × 10. സോ ഉത്തരം എത്ര കിട്ടിയ? 2000 വാട്ട് എന്ന് തന്നെ എഴുതണേ. 2000 വാട്ട്. ഇതാണ് നമ്മുടെ ആവറേജ് പവർ. 2000 വാട്ടാണ് ആവറേജ് പവർ. ഈസി ആയി ചോദ്യമല്ലേ, സിമ്പിളായി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. അടുത്തൊരു കാര്യം, നമ്മുടെ എൻ ഗെയിമിന്റെ കാര്യം നിങ്ങളിൽ പലരും മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ ഗെയിം എന്ന് പറഞ്ഞ ഒരു റിവിഷൻ ബാച്ചാണ്. വീണ്ടും 1ാമത്തെ ചാപ്റ്റർ മുതൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ബാച്ചാണ്. ജനുവരി 1 മുതലാണ് എൻ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം ഈ 10DC ടൈമിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 15% ഫീസ് റിഡക്ഷൻ ഉണ്ടായിരിക്കും. 10DC കഴിഞ്ഞാൽ ഈ ഓഫർ നഷ്ടപ്പെടും. പിന്നെ വീണ്ടും പഴയ ഫീസ് സ്ട്രക്ചറിലോട്ട് തന്നെ തിരിച്ചു വരും. +2 മക്കൾക്കാണെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ +1 എൻ ഗെയിം ബാച്ച് കൂടി നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ലഭിക്കും. അഥവാ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിന് കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സിമിലർ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇൻസ്റ്റാലേൺ, മൈൻഡ് മാപ്പ്, ടോപ്പർ സീരീസ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആഗ്രഹമുണ്ട് എനിക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് സൈലത്തിന് എൻ ഗെയിം. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ സ്ക്രോളിൽ ഒരു നമ്പർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈസ് 9995400800 എന്ന് പറയുന്ന നമ്പർ പോയിക്കൊണ്ടിരിക്കുന്ന സ്ക്രോളിൽ. സോ അതുകൂടി ഒന്ന് കാണുക, അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. റൈറ്റ്, അതിലൊന്ന് വിളിക്കുക, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പറയുന്ന വീഡിയോയ്ക്കകത്തുള്ള അവസാന ചോദ്യമാണ്. 2025 മാർച്ചിൽ ചോദിച്ച ഒരു ഗംഭീരമായ ചോദ്യമാണ്. ഈസി ആയി ക്രാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്താണ് ചോദ്യത്തിനകത്ത്? എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ്. ഒരു LCR സർക്യൂട്ട് AC സോഴ്സിലോട്ട് കണക്ട് ചെയ്തത് കാണാൻ സാധിക്കുന്നുണ്ട്. At what frequency the impedance of the circuit is minimum? ഏത് ഫ്രീക്വൻസിയിലാണ് സർക്യൂട്ടിന്റെ ഇംപിഡൻസ് മിനിമം ആയിരിക്കുക? നമുക്കറിയാം അത് ഏത് ഫ്രീക്വൻസിയിലാണ്. അത് റെസൊണൻസ് ഫ്രീക്വൻസോ അറ്റ് റെസൊണൻസ് കണ്ടീഷനിലാണ് ഇംപിഡൻസ് മിനിമം ആവുക. സോ അറ്റ് റെസൊണൻസ് ഫ്രീക്വൻസിയിലാണ് ഇംപിഡൻസ് എന്താവുക? മിനിമം ആവുക എന്ന കാര്യം മനസ്സിലാക്കുക. സോ റെസൊണൻസ് കണ്ടീഷൻ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. സോ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ. F is equal to 1/2π√LC. ഇതാണ് റെസൊണൻസിന്റെ ഫോർമുല. 1/2π√LC. സോ F is equal to 1/2π L എത്രയാണ്? ഇൻഡക്റ്റൻസ് എത്രയാണ്? ഇൻഡക്റ്റൻസ് 4.5 ഹെൻറി ആണ്. സോ എല്ലിന് പകരം എന്ത് കൊടുക്കാം? 4.5 എന്ന് കൊടുക്കാം. കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് 72 മൈക്രോ ഫാരഡ് ആണ്. ഫാരഡിലോട്ട് മാറ്റണ്ടേ? ഫാരഡിലോട്ട് മാറ്റാം. ദാറ്റ് ഈസ് 72 × 10⁻⁻⁶. അവനെ ഫാരഡിലോട്ട് മാറ്റി. ഓക്കെ അല്ലേ? സോ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നേരിട്ട് ഉത്തരത്തിലോട്ട് മാത്രം വന്നാൽ മതി. ഉത്തരം എത്രയാണെന്ന് അറിയാവോ? ഉത്തരം എന്ന് പറഞ്ഞാൽ 8.84 ഹെർട്സ് ആണ് കിട്ടുക. ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്താണ്. ദാറ്റ് ഈസ് 8.84 ഹെർട്സ്. ഇതാണ് നമ്മുടെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുക. മനസ്സിലാക്കുക, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ ചോദിക്കാം. ഈ ഫോർമുല മനസ്സിലാക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ കൃത്യമായിട്ട് ഈ പറയുന്ന വീഡിയോ സെഗ്മെന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കുറച്ച് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരാം. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, കാണാം.